Hello all, welcome to Rototalks. Dominic and the Ladies Purse, written and directed by ഗൗതം വാസുദേവ് മേനോൻ. നീരജ് രാജൻ, സൂരജ് രാജൻ ഈ രണ്ടാളും കൂടി റൈറ്റിങ്ങിൽ പങ്കാളികളായിട്ടുണ്ട്. പിന്നെ എഡിറ്റർ ആൻ്റണിയാണ്, സിനിമാറ്റോഗ്രാഫർ വിഷ്ണുദേവ്, അതുപോലെ തന്നെ മ്യൂസിക് ഡാർബുക്ക് ശിവയാണ്. അപ്പോൾ ഗൗതം വാസുദേവ് മേനോൻ്റെ ഒരു ഇപ്പോൾ റീസെൻറ്റ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ ഇവരൊക്കെയാണ് വർക്ക് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ടീമാണിത്. പിന്നെ ഇതിൻ്റെ ആർട്ട് അരുൺ ബോസാണ് ആർട്ട് ഡയറക്ടർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ആർട്ട് വർക്കായിരുന്നു കേട്ടോ സിനിമയുടെ. പിന്നെ മ്യൂസിക് അത്ര വലിയ എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. ഒരു 2 പാട്ടുണ്ട്, പാസബിൾ 2 പാട്ടുണ്ട്. പിന്നെ BGM ഒന്നും അങ്ങനെ വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. പിന്നെ സിനിമയിലോട്ട് വരുമ്പോൾ മമ്മൂട്ടി, ഡൊമിനിക് എന്ന് പറയുന്ന ലീഡ് ക്യാരക്ടർ, ടൈറ്റിൽ ക്യാരക്ടർ മമ്മൂട്ടിയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് വരുന്നുണ്ട്. പിന്നെ 1-2 ചെറിയ റോളിൽ സിദ്ദിഖ്, ലെനയൊക്കെ വന്ന് പോകുന്നുണ്ട്. അതുപോലെ ഗൗതം വാസുദേവ് മേനോൻ ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. അതിൽ വിജയ് ബാബു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിനീത്, ഡാൻസർ വിനീത്, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം. പുള്ളി ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് 2 ലേഡി ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഒന്ന് നമ്മുടെ വിജയ് വെങ്കടേഷ് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് നമ്മുടെ മമ്മൂക്ക താമസിക്കുന്ന വീടിൻ്റെ ഒരു ഹൗസ് ഓണർ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. പിന്നെ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്തേക്കുന്നത് സുഷ്മിത ഭട്ട് എന്ന് പറയുന്ന ഒരു അന്യഭാഷ നടിയാണ്. ഈ സിനിമയിൽ എവിടെയെങ്കിലും ഒരു ഗൗതം വാസുദേവ് മേനോൻ ടച്ച് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ലേഡി ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്ത രീതി തന്നെയാണ്. സുഷ്മിത ഭട്ട് എന്ന് പറയുന്ന, നന്ദിത എന്ന് പറയുന്ന ക്യാരക്ടറാണ് അവർ ചെയ്തേക്കുന്നത്. എക്സലൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പിയറൻസ് ആയാലും അവരുടെ ലുക്കായാലും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഥിരമായിട്ട് ഗൗതം വാസുദേവ് മേനോൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കിടലിനായിട്ട് പ്രസൻറ്റ് ചെയ്യും. ആ ലുക്കും കാര്യങ്ങളൊക്കെ കിടലിനായിരുന്നു. ഏറ്റവും എനിക്ക് ഗൗതം വാസുദേവൻ്റെ ടച്ച് എവിടെയെങ്കിലും ഈ സിനിമയിൽ തോന്നിയിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്ത രീതി തന്നെയായിരിക്കും. സിനിമയിലോട്ട് വരുമ്പോൾ ഒരു ലേഡീസ് പേഴ്സ് കളഞ്ഞു കിട്ടുന്നതും അല്ലെങ്കിൽ അത് ആരുടെയാണ് ആ ലേഡീസ് പേഴ്സ് എന്ന് അന്വേഷിച്ച് ഡിറ്റക്റ്റീവായിട്ടുള്ള ഡൊമിനിക് ഇറങ്ങുന്നതും ഒക്കെ തന്നെയാണ് സിനിമയുടെ ഒരു കഥാതന്ത്വം. അങ്ങനെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ലേഡീസ് പേഴ്സ് ആരുടെയാണ്, പിന്നെ അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചുരുളഴിക്കുന്ന ഒരു സ്ഥിരം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സും കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ഒരു വാച്ചബിളായിട്ടുള്ള രീതിയിൽ തന്നെ ഫസ്റ്റ് ഹാഫാണ്. പ്രത്യേകിച്ച് ഒരു എൻഗേജിങ് മൊമെൻറ്റ്സോ കാര്യങ്ങളോ ത്രില്ലിംഗ് മൊമെൻറ്റ്സോ ഒന്നുമില്ല. ഒരു സ്ഥിരം ഗൗതം വാസുദേവ് മേനോൻ മേക്കിംഗ് സ്റ്റൈൽ പിടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് അത്രത്തോളം നമുക്ക് കിട്ടണില്ല. പല തരത്തിലും ലാഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ പോലും സെക്കൻഡ് ഹാഫിൽ നമ്മൾ അത്യാവശ്യം എക്സ്പെക്ട് ചെയ്തിരുന്നിട്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് കണ്ടത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടിയും അല്പം എൻഗേജിങ് ആവുന്നുണ്ട് സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ. പിന്നെ പടത്തിൻ്റെ ഏറ്റവും ഒരു നമ്മളെ പിടിച്ചിരുത്തുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര നേരം കണ്ടതിന് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നുന്നത് അവസാനത്തിന് 30 മിനിറ്റാണ്. അവിടെ എത്തുമ്പോഴാണ് പടം ഒരു ആക്ച്വൽ ത്രില്ലർ എന്ന ലെവലിലോട്ട് എത്തുന്നത്. അതുവരെ ഇങ്ങനെ ഒരു ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹൈ മൊമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. പ്രത്യേകിച്ച് സിനിമ ഇങ്ങനെ പൊങ്ങൊന്നുമില്ല, താഴ്ന്നുമില്ല, ആ ഒരു സെയിം രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ 30 മിനിറ്റ് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ടോട്ടലി നോക്കുമ്പോൾ അധികം എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് വാച്ചബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു പടമാണ്. പിന്നെ ഒരു ത്രില്ലർ ജനറർ ആയതുകൊണ്ട് നമുക്ക് അധികം കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ആവറേജ് ത്രില്ലർ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാം. അല്ലാതെ കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നിരാശ തന്നെയായിരിക്കും ഫലം. ഞാനൊരു ഗൗതം വാസുദേവ് മേനോൻ സിനിമകളുടെ ഒരു ഫാൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വേട്ടയാട് വിളയാടൊക്കെ കണ്ടിട്ടാണല്ലോ ഈ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് എന്താണ് സിനിമയെ പറ്റി തോന്നിയതെന്ന് പറയാം. ഇനി കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ.